ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്തേ. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കുറച്ച് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള യോഗാസനാസും അതേപോലെ തന്നെ കുറച്ച് സ്ട്രെച്ചസും ആണ്. അപ്പൊ നമുക്ക് യോഗ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആർക്ക് വേണേലും ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സീനിയർ സിറ്റിസൺ ആൾക്കാർക്ക് അബൌട്ട് 60 ആൾക്കാരുണ്ടല്ലോ, അവർക്കാണെങ്കിലും ഇത് ഈസിലി ചെയ്യാൻ പറ്റും. അവർക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ മുട്ടിന് വേദന, കൈക്ക് വേദന, കൈ പൊങ്ങില്ല, അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് യോഗാസനാസ് ആണ് ഞാനിപ്പം കാണിക്കാൻ പോകുന്നത്. ഒരുപാട് വേരിയേഷൻസ് കാണിക്കുന്നില്ല, ജസ്റ്റ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് സ്ട്രെച്ചസ് ആണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. പുതിയതായിട്ട് യോഗ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ തന്നെ കുറച്ച് പ്രായമുള്ള ആൾക്കാർ, യോഗ ചെയ്യാത്ത ആൾക്കാർ, അപ്പൊ അവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ പല സൈഡ്സും ഒക്കെ ഭയങ്കര സ്റ്റിഫായിരിക്കും. ചില ആൾക്കാർക്ക് ചില മൂവ്മെന്റ്സ് ഈസി ആയിരിക്കും, ചില ആൾക്കാർക്ക് ചില മൂവ്മെന്റ്സ് ടഫ് ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഡിഫറെന്റ് ആണ്, ഒരുപോലെ ആവണമെന്നില്ല. ഇപ്പൊ എനിക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന പല പോസസും പല ആൾക്കാർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അവർക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക്കലി എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ലൂസനിങ് എക്സസൈസസ് വെച്ചാണ് നമ്മൾ എപ്പോഴും യോഗ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ബിഗിനേഴ്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, വൺസ് നമ്മുടെ ബോഡി ഒന്ന് വാമപ്പ് ആയി നമ്മുടെ ജോയിന്റ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ആയി കഴിയുമ്പം നമുക്ക് മെയിൻ ആസനാസിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ റെഗുലർ ലൂസനിങ് എക്സസൈസ് പോലും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അത് ബെനിഫിഷ്യൽ ആണ്. ലൂസനിങ് എക്സസൈസ് എന്ന് വെച്ചാൽ നമ്മുടെ ഹെഡ് തൊട്ട് ടോസ് വരെയുള്ള എല്ലാ ജോയിന്റ്സിലും നമ്മൾ ഒരു ജസ്റ്റ് ഒരു വാമപ്പ് കൊടുക്കുവാണ്. ഓക്കെ, ഈ സ്റ്റിഫ് ആയി കിടക്കുന്ന ജോയിന്റ്സ് ഒന്ന് ലൂസ് ആക്കുവാണ്. ഓക്കെ, നെക്ക് എക്സസൈസസ് ആണ് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സർവൈക്കൽ ഉള്ള ആൾക്കാര് അല്ലെങ്കിൽ നെക്കിന് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഇയർ ബാലൻസ്, അവർ ഇത് അവോയ്ഡ് ചെയ്യുക അല്ലെ ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, ശ്വാസം എടുത്തോണ്ട് മേളിലോട്ട് പതുക്കെ വേണേ, ശ്വാസം വിട്ടോണ്ട് താഴോട്ട്. നമ്മുടെ ചിൻ ഇവിടെ ചെസ്റ്റിൽ മുട്ടുന്ന രീതിയിൽ. ഓക്കെ, ഇങ്ങനെ ഒരു 5 റൗണ്ട്സ്. ഇനി റൈറ്റ് ടു ലെഫ്റ്റ്. നമ്മുടെ കഴുത്തിൻ്റെ സ്റ്റിഫ്നെസ് ഒക്കെ മാറ്റാൻ നല്ലതാണ് ഈ നെക്ക് എക്സസൈസ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സർവൈക്കൽ ഉള്ളവർ ശ്രദ്ധിച്ച് ചെയ്യുക. സർവൈക്കൽ അതുപോലെ നെക്ക് ഇഷ്യൂസ് ഉള്ളവർ നെക്ക് എക്സസൈസസ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഈ നെക്ക് റൊട്ടേഷൻ, ഈ ഒരു നെക്ക് റൊട്ടേഷൻ ചെയ്യുമ്പം ഇയർ ബാലൻസ് ഉള്ളവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ എപ്പോഴും ഈ സർവൈക്കൽ ഇഷ്യൂസ് ഉള്ളവരും നെക്ക് ഇഷ്യൂസ് ഉള്ളവരും ഇയർ ബാലൻസ് ഇഷ്യൂസ് ഉള്ളവരും നിങ്ങളൊന്ന് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നെക്ക് എക്സസൈസസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വേണം. ചെയ്യുമ്പം ഈവൻ ചെയ്ത് പോയാൽ പോലും ഭയങ്കര സ്ലോ ആയിട്ട് വേണം ചെയ്യാൻ. അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര സ്ലോ ആയിട്ട് വേണം മൂവ്മെൻറ്റ്സ് ചെയ്യാൻ. പെട്ടെന്ന് കഴുത്ത് ഇങ്ങനെ ഷേക്ക് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് നമ്മുടെ ആം റൊട്ടേഷൻസ് ആണ്. ഫസ്റ്റ് ക്ലോക്ക് വൈസും പിന്നെ എൻറ്റി ക്ലോക്ക് വൈസും നമുക്ക് റൈറ്റ് ആം റൊട്ടേറ്റ് ചെയ്യാം. ഫസ്റ്റ് ക്ലോക്ക് വൈസ് പോയിട്ട് പിന്നെ നേരെ തിരിച്ച് എൻറ്റി ക്ലോക്ക് വൈസ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം. ഇതേപോലെ തന്നെ ലെഫ്റ്റ് ആമും ക്ലോക്ക് വൈസ് ആൻഡ് എൻറ്റി ക്ലോക്ക് വൈസ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ശരിക്കും ഞാൻ ഈ വീഡിയോസ് എടുക്കുന്ന കുഞ്ഞുറങ്ങുന്ന സമയം നോക്കി സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്ത് സ്വന്തമായിട്ട് എഡിറ്റൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലെല്ലാം മെസ്സേജ് അയച്ച് ചോദിക്കാം. ഓക്കെ, ലൈറ്റ്നിങ്ങിൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഒരു പെർഫെക്ഷൻ കുറവൊക്കെ കാണും, എന്നാലും നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഷോൾഡർ റൊട്ടേഷൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്ലോക്ക് വൈസ് ദെൻ എൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, നിങ്ങൾക്ക് എത്ര വലിയ റൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്നോ നിങ്ങളുടെ ഷോൾഡർ വെച്ച് അത്ര വലിയ റൗണ്ട് ഉണ്ടാക്കുക. സ്പെഷ്യലി ഈ ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരും അതേപോലെ എപ്പോഴും കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരിക്കുന്ന ആൾക്കാർ, ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ലൂസനിങ് എക്സസൈസ് വളരെ നല്ലതാണ്. നെക്സ്റ്റ് ഹിപ്പ് റൊട്ടേഷൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് എത്ര വലിയ ഹിപ്പ്
ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും വലുതായിട്ട് വലിയ വലിയ സർക്കിൾസ് ഉണ്ടാക്കുക. ഫസ്റ്റ് ക്ലോക്ക് വൈസ്, ദെൻ ആൻറ്റി ക്ലോക്ക് വൈസ്. ഭയങ്കര സിമ്പിൾ അല്ലേ? ഒരു 10 റൗണ്ട്സ് ക്ലോക്ക് വൈസും ഒരു 10 റൗണ്ട്സ് ആൻറ്റി ക്ലോക്ക് വൈസും ചെയ്യുക. ഞാൻ ജസ്റ്റ് 3-4 റൗണ്ട്സേ എടുക്കുന്നുള്ളൂ കേട്ടോ. എനിക്ക് ഒരുപാട് അല്ലെങ്കിൽ ലെങ്തി വീഡിയോ ആയി പോവും, അതുകൊണ്ടാണ്. നെക്സ്റ്റ് നമുക്ക് ആങ്കിൾ റൊട്ടേഷൻ ചെയ്യാം. കാലിങ്ങനെ സപ്പോർട്ടിൽ നമുക്ക് പിടിച്ചിട്ട് നമ്മുടെ ആങ്കിൾ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. റൈറ്റ് ലെഗ് വെച്ച് നമുക്ക് തുടങ്ങാം. പിന്നെ ലെഫ്റ്റ് ലെഗും ഇതേപോലെ അവിടുത്തെ ആങ്കിളും ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. നിങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഓൾറെഡി യോഗ ചെയ്യുന്നവരുണ്ടാവും, സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു അവസരമാണ്, എല്ലാവരും എൻ്റെ കൂടെ യോഗ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചെയ്യുന്ന ജസ്റ്റ് കാലൊന്ന് ഇങ്ങനെ മടക്കി ഹിപ്പിൽ ടച്ച് ചെയ്യുവാണ്. ഇതെല്ലാം ഒരു ലൂസനിങ് എക്സസൈസിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ നിങ്ങൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ട്വിസ്റ്റാണ്. പറ്റുന്ന പോലെ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ട്വിസ്റ്റ് ചെയ്യുക, പറ്റുവാണെങ്കിൽ ജമ്പ് ചെയ്യുക, എന്നിട്ട് റിലാക്സ്. ലൈറ്റ്നിങ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ, മഴയുണ്ട്. ഇപ്പൊ ഇങ്ങനെ പ്രായമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് ചെയർ യൂസ് ചെയ്യാം കേട്ടോ. ചെയർ യൂസ് ചെയ്തിരിക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ആം റൊട്ടേഷൻസ് ആണ്. 1 2 3 4. ഭയങ്കര പതുക്കെ ചെയ്യാവുള്ളൂ. 1. ഇനി തിരിച്ചാണ്, നമ്മൾ എങ്ങനെ നേരത്തെ ചെയ്തോ അതിന്റെ ഓപ്പോസിറ്റ്. 2 3 4. ഇപ്പൊ നിങ്ങൾക്ക് ആംസ് ഇങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്ര എത്തുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. മെയിൻ നമ്മുടെ ഈ ഭാഗം റൊട്ടേറ്റ് ആവണം. ഓക്കെ, ഇത് സെയിം നിങ്ങൾക്ക് ചെയറിൽ ഇരുന്നാണേലും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ട്വിസ്റ്റ് ചെയ്യാം. 1 2 3 സിമ്പിൾ അല്ലേ? അപ്പൊ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ, ഇരുന്നുകൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ ചെയറിലിരുന്ന് സെയിം തന്നെ. 1 കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. 2 3 4. ഓക്കെ, ഈ ട്വിസ്റ്റിംഗ് യോഗാസിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗട്ടിന് ഭയങ്കര നല്ലതാണ്. നമ്മുടെ ഈ വയറ് ഭാഗമാണല്ലോ ഇങ്ങനെ ട്വിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ യോഗാസനാസ് ചെയ്യുമ്പം നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ വയറ് ഡീടോക്സിഫൈ ചെയ്യാൻ ഭയങ്കര നല്ലതാണ്. ഗട്ട് ഫ്രണ്ട്ലി ആണ്, ഗട്ടിന് നല്ലതാണ്, ഗട്ടിന് നല്ല എക്സസൈസ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ചെയ്യാവേ. കൈ താഴെ വെച്ചിട്ട് 1 2. ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട്. 3 4. ഓക്കെ, അപ്പം നമ്മള് താഴെ ഇപ്പൊ ഇങ്ങനെ കൈ വന്നില്ലേലും നിങ്ങൾക്ക് ഇത്രയും കൈ വന്നാലും മതി. ഓക്കെ, ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല. 1 2 3 4. ഓക്കെ, റിലാക്സ്. ഈ സെയിം തന്നെ നിങ്ങൾക്ക് ചെയറിലോട്ട് ഇരുന്ന് ചെയ്യാം കേട്ടോ. ചെയറിലിരുന്ന് സൈഡിലോട്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യും. ഇപ്പൊ നമുക്ക് താഴെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഇല്ല, ജസ്റ്റ് നമുക്ക് എത്രത്തോളം ബെൻഡ് ചെയ്യാൻ പറ്റുന്നു അതുപോലെ ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാറ്റ് ആൻഡ് കൗ പോസ് ആണ്. ഫസ്റ്റ് നമ്മൾ ടേബിൾ ടോപ്പ് പൊസിഷനിലേക്ക് വരിക. നമ്മുടെ ഷോൾഡറിൻ്റെ താഴെ വേണം നമ്മുടെ കൈപ്പത്തി വരാൻ. ഓക്കെ, ഹിപ്സിൻ്റെ താഴെ വേണം നമ്മുടെ കാലിൻ്റെ മുട്ട് വരാൻ. ഇതാണ് ടേബിൾ ടോപ്പ് പൊസിഷൻ. ഇനി നമുക്ക് ക്യാറ്റ് ആൻഡ് കൗ പോസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ശ്വാസം എടുത്തുകൊണ്ട് മേളിലോട്ട് നോക്കണം. ഓക്കെ, അപ്പം നമ്മുടെ
താഴോട്ട് കേവ് ആവുകയാണ്. ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ നേവലിലോട്ടാണ് നോക്കേണ്ടത്. അപ്പം നമ്മുടെ പുറം നമ്മൾ മേളിലോട്ട് കർവ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ശ്വാസം എടുക്കുമ്പോൾ മേളിലോട്ട്, താഴോട്ട് കർവ്. ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ താഴെ നേവലിലോട്ടാണ് നോക്കേണ്ടത്. എന്നിട്ട് മേളിലോട്ടാണ് നമ്മുടെ പുറം കർവ് ആവേണ്ടത്. ഒരു 10 റൗണ്ട്സ് ചെയ്യുക. എൻജോയ് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. ആ ഒരു ശ്വാസത്തിൻ്റെ കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ട്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ റിസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇത് നമുക്ക് ഇരുന്നുകൊണ്ടും ചെയ്യാം, നിന്നുകൊണ്ടും ചെയ്യാം, ലൂസനിങ് എക്സസൈസിൻ്റെ ഭാഗമായിട്ടും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൈവിരലുണ്ടല്ലോ, നമ്മളിങ്ങനെ നമ്മുടെ കൈവിരലിൽ വെള്ളം ഇങ്ങനെ നമ്മൾ കുടഞ്ഞ് കളയില്ല. സെയിം ആ ഒരു നമുക്ക് എത്രത്തോളം ഫോഴ്സിൽ പറ്റുന്നോ അതുപോലെ തന്നെ ഫോഴ്സിൽ ഇങ്ങനെ കൈവിരൽ കുടയാം. ഓക്കെ, കൈയുടെ ജോയിൻസും ഒക്കെ ഫിംഗേഴ്സും ഒക്കെ ഭയങ്കര സ്റ്റിഫാണ്. അതൊക്കെ മാറ്റാൻ ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരം ജസ്റ്റ് ഇന്ന് റിലാക്സ് ആയിരുന്നിട്ട് നമുക്ക് അശ്വിനി മുദ്ര പ്രാക്ടീസ് ചെയ്യാം. ഈ അശ്വിനി മുദ്ര എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവർക്ക് ഭയങ്കര നല്ലൊരു യോഗ പ്രാക്ടീസാണ്. പ്രഗ്നൻറ്റ് ലേഡീസ് ആണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ഡെലിവറി കഴിഞ്ഞവരാണെങ്കിലും ഈ ഒരു മുദ്ര പ്രാക്ടീസ് ചെയ്യണം. അശ്വിനി മുദ്ര നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫോക്കസ് ഫുള്ള് നമ്മുടെ മൂലാധാര ചക്രയിലായിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ആനസ് മസിൽസ് ഇല്ലേ, അതിനെ നമ്മൾ ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു എന്താ പറയാ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ വലിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ട്രൈ ഇറ്റ്. ശ്വാസം എടുത്തോണ്ട് വേണം സ്ക്വീസ് ചെയ്യാൻ. ശ്വാസം എടുത്തോണ്ട് സ്ക്വീസ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ മേലോട്ട് കൊണ്ടുവന്ന രീതിയിൽ. റിലാക്സ്. ശ്വാസം വിട്ടുകൊണ്ട് റിലാക്സ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആദ്യം ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരുപാട് നേരം ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പ്രായമുള്ളവര് ഒരുപാട് നേരം ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ കോൺട്രാക്ട് ചെയ്ത് മേളിലോട്ട് പിടിക്കുക, പതുക്കെ റിലീസ് ചെയ്യുക. പതുക്കെ പതുക്കെ അത് ഗ്രാജുവലി നമുക്ക് ഹോൾഡ് ചെയ്യാൻ നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അത് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യുക. ഈ ഒരു പ്രാക്ടീസ് നമ്മുടെ മൈൽഡ് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ സഹായിക്കും. അതേപോലെ നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെ സ്ട്രോങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, അതിനെ കൺട്രോൾ ചെയ്യും. അതേപോലെ നമ്മുടെ പെൽവിസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനെ ഇമ്പ്രൂവ് ചെയ്യും. നമ്മുടെ മൈൻഡ് റിലാക്സ് ആക്കും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പ്രാക്ടീസാണിത്. അതേപോലെ മൂലാധാര ചക്രനെ ആക്ടിവേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ടേബിൾ ടോപ്പ് പൊസിഷനിൽ നിൽക്കാവേ. ടേബിൾ ടോപ്പ് പൊസിഷൻ. ഒരു കൈയും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള കാലും. പറ്റുവാണെങ്കിൽ മാത്രം മതി, നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ വിട്ടേക്കുക. ബിഗിനേഴ്സ് ചെയ്യുക, സീനിയർ സിറ്റിസൺസിന് ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ നോക്കിയിട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് കാലും കൈ. ശ്വാസം എടുത്തുകൊണ്ട് റേസ് ചെയ്യുക, ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ. നിങ്ങൾ ആ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഡീപ്പായിട്ട് ശ്വാസം എടുത്ത് വിടുക. ബിഗിനേഴ്സ് ആണെങ്കിൽ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ശ്വാസം എടുത്തുകൊണ്ട് റേസ്, ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ. മുട്ടിന് സപ്പോർട്ട് വേണ്ടവരാണെങ്കിൽ മുട്ടിൻ്റെ താഴെ ചെറിയൊരു കുഷൻ വെക്കാം കേട്ടോ. അധികം വണ്ണം ഇല്ലാത്ത ചെറിയ കുഷൻ വെക്കാം, ജസ്റ്റ് ഒരു മുട്ടിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡിങ് യോഗ പോസീസ് ആണ്. അപ്പോൾ കാല് രണ്ടും ഫസ്റ്റ് അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് കൈ രണ്ടും ഇങ്ങനെ നേരെ സൈഡിലോട്ട് വെച്ചിട്ട് താടാസനിൽ നിൽക്കുക. ബോഡി പോസ്ചർ സ്ട്രെയിറ്റ് ആയിരിക്കണം, നടു നേരെ ആയിരിക്കണം, ബാക്ക് നേരെ ആയിരിക്കണം. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. എന്നിട്ട് നെക്സ്റ്റ് ലെവൽ നമ്മുടെ കൈ രണ്ടും മേളിലോട്ട് പൊക്കിയിട്ട് ഇങ്ങനെ ക്ലാസ്പ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഈ ഒരു പൊസിഷനിൽ കുറച്ച് നേരം നിങ്ങൾ നിൽക്കുക. ഒന്ന് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുവാണെങ്കിൽ ഉപ്പൂറ്റി നമ്മുടെ പൊക്കണം. നമ്മൾ ഹീൽസ് നമ്മൾ രണ്ടും ഇങ്ങനെ പൊക്കി വെക്കണം, ബാലൻസ് ചെയ്ത്. ഏറ്റവും ബാലൻസ് ചെയ്യാനുള്ള ബെസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫോക്കസ് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് ബാലൻസ് കിട്ടും. മേളിലോട്ട് പോകുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ടും അതേപോലെ താഴോട്ട് വരുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് വേണം വരാൻ. ഓക്കെ, നെക്സ്റ്റ് ഒരു ട്വിസ്റ്റിംഗ് എക്സസൈസ് ആണ്. അപ്പൊ ശ്വാസം എടുത്തോണ്ട് താഴേന്ന് ശ്വാസം വലിച്ചുകൊണ്ട് മേളിലോട്ട് പൊങ്ങിയിട്ട് സൈഡിലോട്ട് വിടണം. ഇൻഹേൽ, എക്സെയിൽ, ഇൻഹേൽ,
exhale. Okay, inhale, exhale, inhale, exhale, inhale, exhale. നിങ്ങൾക്ക് എത്രത്തോളം താക്കാൻ പറ്റുന്നോ അത്രയും ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇപ്പം ബുദ്ധിമുട്ടാണെങ്കിൽ ബിഗിനേഴ്സിന് ചെയ്യാം. ഞാൻ സീനിയർ സിറ്റിസൺസ് മീൻസ് 60 വയസ്സ് മേളിലുള്ളവർക്ക് ചിലപ്പം ബുദ്ധിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. നെക്സ്റ്റ് നമ്മുടെ നമസ്തേ പോസിൻ്റെ ഒരു വെർഷനാണ്. അപ്പോൾ നമസ്തേ കൊണ്ട് എന്തൊക്കെയാണ് പ്രയോജനങ്ങൾ എന്ന് ഓൾറെഡി ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഫസ്റ്റ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാമാക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഷോൾഡർ, ഇപ്പം ഇങ്ങനെ മേളിൽ നിന്ന് ഞാൻ നമസ്തേ മുദ്രയിൽ താഴോട്ട് വരുമ്പം നമ്മുടെ ഷോൾഡറിനും ആംസിനും നെക്കിനും ഒക്കെ നല്ലതാണിത്. അതേപോലെ തന്നെ നമ്മുടെ ഒരു റിലാക്സിങ് എഫക്റ്റ് തരാൻ വേണ്ടിയിട്ട് ഓവറോൾ നെർവസ് സിസ്റ്റത്തിനെ കാമാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു സ്ട്രെച്ചിങ് അല്ലെ നമസ്തേ മുദ്ര വെച്ചുള്ള ഒരു സ്ട്രെച്ചിങ് വളരെ ബെനിഫിഷ്യലാണ്. നെക്സ്റ്റ് നമ്മുടെ നീ റൊട്ടേഷൻ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലൂസനിങ് എക്സസൈസിൽ തന്നെ പെടുന്ന ഒരു മൂവ്മെൻ്റ് ആണ്. അപ്പം നിങ്ങൾക്കിത് സ്റ്റാർട്ടിങ്ങിലും ചെയ്യാം, ബോഡി വാമപ്പ് ചെയ്യുന്ന സമയത്തും ചെയ്യാം, ഇടയ്ക്കും ചെയ്യാം. ഓവറോൾ നീ ഹെൽത്തിന് നല്ലതാണ് ഈ ഒരു മൂവ്മെൻറ്റ്. ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും മുട്ട് ഇങ്ങനെ നമ്മൾ കറക്കണം. നെക്സ്റ്റ് നമ്മുടെ വൃക്ഷാസനമാണ്. അപ്പോൾ വൃക്ഷാസനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കാലിൻ്റെ ഹീൽസ് ഉണ്ടല്ലോ, അത് നമ്മുടെ പെൽവിസ് ഏരിയയിൽ ഏറ്റവും മേൽവശത്ത് തന്നെ അത് ഫിക്സ് ചെയ്യണം. ഇപ്പം എൻ്റെ കാലിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് കാണുന്നില്ല. ശരിക്കും ഒരു പൊസിഷൻ എന്ന് വെച്ചാൽ ആ ഒരു ഗ്യാപ്പ് കാണാൻ പാടില്ല. എൻ്റെ കാലിങ്ങനെ താഴോട്ട് സ്ലിപ്പ് ആവുകയാണ്, അതാണ് ആ ഗ്യാപ്പ് കാണുന്നത്. അപ്പോൾ നമ്മളുടെ കാല് ജസ്റ്റ് ആ ഒരു മേൽവശമായിട്ട് ഫിക്സ് ആയിരിക്കണം. ഓക്കെ, കൈ ഇങ്ങനെ നമസ്തയിൽ പിടിച്ചിട്ട് നമ്മുടെ നോട്ടം ഒരു സ്ഥലത്തോട്ട് മാത്രം ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നമ്മുടെ നോട്ടം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് ബാലൻസ് പോകും, നമ്മൾ വീണ് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ കാല് അത്ര പൊക്കാൻ പറ്റണില്ലെങ്കിൽ ബിഗിനേഴ്സ് അല്ലെങ്കിൽ ഇച്ചിരി പ്രായമുള്ളവരാണെങ്കിൽ അവർക്ക് നമ്മുടെ പല വെർഷൻസ് ചെയ്യാം. നിങ്ങൾക്ക് എത്രത്തോളം കാല് പൊക്കാൻ പറ്റുന്ന അത്രത്തോളം ചെയ്യാം. എന്നിട്ട് ഫോക്കസ് ഒരു സ്ഥലത്തോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കി നിൽക്കാം. ഓക്കെ, മെയിൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ. ആ ഒരു പൊസിഷനിൽ നിൽക്കുമ്പം അതൊരു മെഡിറ്റേഷൻ തന്നെയാണ്. ഓക്കെ, ഞാൻ ഈ കാല് പല സ്ഥലത്തും ഇങ്ങനെ വെക്കുന്നില്ല, അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് എത്രത്തോളം പറ്റുന്നോ അത്രത്തോളം ചെയ്യുക. പിന്നെ പതുക്കെ പതുക്കെ അത് മേളിലോട്ട് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ബട്ടർഫ്ലൈ പോസ്. വെരി ഇമ്പോർട്ടൻറ്റ്, എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫീമെയിൽ ഹെൽത്തിന് സ്പെസിഫിക് ആയിട്ട് ഈ ഒരു യോഗ പോസ് ഭയങ്കര ബെനിഫിഷ്യൽ ആണ്. കാരണം അത് നമ്മുടെ കൂടുതലും എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ പെൽവിസ് ഏരിയയിലാണ്. നമ്മുടെ മൂലാധാര ചക്രയും അതേപോലെ സ്വാധിഷ്ഠാന ചക്രയുടെ ബ്ലോക്കേജസ് മാറ്റാൻ വളരെ നല്ലതാണ്. നെക്സ്റ്റ് നമ്മുടെ ബദ്ധ കോണാസനയിൽ കുറച്ച് നമുക്കിരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യാം. ഇനി റൈറ്റ് കാല് സ്ട്രെച്ച് ചെയ്ത് വെക്കുക, നീട്ടി വെക്കുക. എന്നിട്ട് ലെഫ്റ്റ് കാല് നമ്മുടെ റൈറ്റ് തൈസിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കുക. ഓക്കെ, ഇനി റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും നമുക്ക് സ്ട്രെച്ചിങ്സ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ ഈ റൈറ്റ് ലെഫ്റ്റ് മൂവ്മെൻറ്റ് നമ്മുടെ ശ്വാസമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം. റൈറ്റിലോട്ട് വരുമ്പം ശ്വാസം എടുത്തോണ്ടും ലെഫ്റ്റിലോട്ട് വരുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട് പോവുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ശ്വാസമായിട്ടത് കോർഡിനേറ്റ് ചെയ്യുക. എന്നിട്ട് എൻജോയ് ചെയ്തിട്ട് ഈ ഒരു സ്ട്രെച്ചിങ് ചെയ്യുക. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ചെയ്യാം. ഈ പ്രാവശ്യം ലെഫ്റ്റ് കാൽ സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ട് റൈറ്റ് കാല് നമ്മുടെ തൈസിലേക്ക് കയറ്റി വെക്കുക. എന്നിട്ട് സെയിം തന്നെ ആ ഒരു മൂവ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ റൈറ്റിലോട്ട് പോകുമ്പോൾ ശ്വാസം വിടുക, ലെഫ്റ്റിലോട്ട് വരുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്രോക്കഡൈൽ പോസിൽ കുറച്ച് നേരം കമന്ന് കിടന്ന് റെസ്റ്റ് എടുക്കാം. ഓക്കെ, കൈ രണ്ടും ക്രോക്കഡൈൽ പോസിൻ്റെ തന്നെ ഒരു വേരിയേഷനാണിത്. കൈ രണ്ടും നമ്മൾ താടിയിലോട്ട് ഇങ്ങനെ വെക്കുക. ജസ്റ്റ് നമ്മളിങ്ങനെ താടി ഇങ്ങനെ വെച്ച് ഇരിക്കത്തില്ല, അതുപോലെ തന്നെ. പിന്നെ കാലിൻ്റെ ഉപ്പൂറ്റി രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്യുന്ന രീതിയിൽ കാല് വെക്കുക, ഇങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ട്. ഓക്കെ, എന്നിട്ട് റെസ്റ്റ് ചെയ്ത് ആ ഒരു പൊസിഷനിൽ കിടക്കുക. നമുക്ക് ബാക്കിന് നല്ലതാണ്, നമ്മുടെ നെക്കിന് നല്ലതാണ് ഈ ഒരു യോഗ പോസ്ചർ. കാര്യം ഒരു റെസ്റ്റിംഗ് പോസ് ആണെങ്കിലും ഇതിന് ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട്. ഈ ഒരു പോസിൽ കിടന്നുകൊണ്ട് ഡീപ്പായിട്ട് ശ്വാസം എടുത്തു വിടുക. ഓക്കെ, റിലാക്സ്. നെക്സ്റ്റ് നമുക്ക് മലന്ന് കിടന്നുകൊണ്ടുള്ള കുറച്ച് യോഗ പോസസ് ചെയ്യാം. ലെഫ്റ്റ് കാല് നീട്ടി വെക്കുക,
എന്നിട്ട് റൈറ്റ് കാലിൻ്റെ ഉപ്പൂറ്റി നമ്മുടെ മാറ്റിൽ വരുന്ന രീതിയിൽ ഈ രീതി വെക്കുക. എന്നിട്ട് നമ്മുടെ റൈറ്റ് കാല് ഒന്ന് ഹഗ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അത് നമുക്ക് ലെഫ്റ്റിലോട്ട് അത് പ്രസ് ചെയ്യണം. നമ്മുടെ രണ്ട് ഷോൾഡേഴ്സും മാറ്റിൽ തന്നെ ഇരിക്കുന്ന രീതി ശ്രദ്ധിക്കുക. നമ്മളുടെ ഷോൾഡർ പൊങ്ങാൻ പാടില്ല. കൈ നമ്മുടെ റൈറ്റ് കൈ റൈറ്റിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചേക്കുവാണ്. എന്നിട്ട് നമ്മുടെ റൈറ്റ് കാല് ലെഫ്റ്റിലോട്ട് നമ്മൾ പ്രസ് ചെയ്യാണ്. ഇനി വീണ്ടും നമ്മൾ ആ തിരിച്ച് പൊസിഷനിലോട്ട് വരുമ്പോൾ വീണ്ടും ആ കാല് ഹഗ് ചെയ്തിട്ട് തന്നെ വരിക. ഇതേപോലെ തന്നെ ലെഫ്റ്റ് കാല് ഹഗ് ചെയ്യുക, എന്നിട്ട് റൈറ്റിലോട്ട് പ്രസ് ചെയ്യുക. ആ ഒരു സമയത്ത് നമ്മുടെ ലെഫ്റ്റ് കൈ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തേക്കുവാണ്. രണ്ട് ഷോൾഡറും മാറ്റിൻ്റെ മേളിലാണ്. റിലാക്സ് ചെയ്യുക. നല്ല റിലാക്സിങ് ഒരു യോഗ പോസാണിത്. ഓക്കെ, നമ്മുടെ സ്പൈൻ ഹെൽത്തിനും അതേപോലെ നമ്മുടെ ബാക്കിനും ഒക്കെ ഭയങ്കര റിലാക്സിങ് ആണ്. ബാക്ക് പെയിൻ ഉള്ളവർക്ക് ഭയങ്കര ബെനിഫിഷ്യലാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സുപ്ത കപ്പോത്താസന. അപ്പോൾ രണ്ട് കാലും ആദ്യം മാറ്റി വരുന്ന രീതിയിൽ, ഉപ്പൂറ്റി മാറ്റി വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ഒരു കാല് മറ്റേ കാലിൻ്റെ മേളിൽ ഇങ്ങനെ കയറ്റി വെക്കുക, ഞാൻ വെച്ചേക്കുന്ന പോലെ. എന്നിട്ട് കാല് പൊക്കി നമ്മൾ കാലും കൊണ്ടൊരു 4 ഷേപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ. എന്നിട്ട് നമ്മുടെ രണ്ട് കൈയും ലെഫ്റ്റ് കാലിൻ്റെ ഇടയ്ക്കൂടെ അത് ക്ലാസ്പ് ചെയ്ത് പിടിച്ചിട്ട് അകത്തോട്ട് വലിക്കുക. നമുക്ക് എത്രത്തോളം വലിക്കാൻ പറ്റുന്നോ അതുപോലെ അകത്തോട്ട് വലിക്കുക. എന്നിട്ട് ഡീപ്പായിട്ട് ശ്വാസം എടുത്ത് റിലാക്സ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മുടെ ബാക്ക് പെയിനും ലോവർ ബാക്കിനും ഒക്കെ വളരെ നല്ലതായിട്ടുള്ളൊരു യോഗ പോസാണ്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യുക. ഡീപ്പായിട്ട് ശ്വാസം എടുത്ത് വിടുക ആൻഡ് റിലാക്സ്. ഭയങ്കര കാമിങ് ആണ് കേട്ടോ. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് കാലിലേക്ക് വരുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് അങ്ങ് കുറയാൻ തുടങ്ങും നിങ്ങൾ റെഗുലർ ഇത് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ. ഓക്കെ, പക്ഷേ സീരിയസ് ഡിസ്ക് ഇഷ്യൂസോ അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഇഷ്യൂസോ അങ്ങനത്തെ സീരിയസ് ഇഷ്യൂസ് ഉള്ളവർ ശ്രദ്ധിക്കുക. വിത്ത് പെർമിഷൻ ഓഫ് ഡോക്ടർ മാത്രം ഇത് ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ആനന്ദ ബാലാസൻ. ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു യോഗ പോസാണ്. രണ്ട് കാലും ഇങ്ങനെ കുട്ടികളെ പോലെ നമ്മളിങ്ങനെ കാല് പത്തി ഇങ്ങനെ പിടിക്കണം. കുഞ്ഞു പിള്ളേർ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും നിങ്ങളിത്. ഓക്കെ, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാവോ? ഇത് നമ്മുടെ സ്പൈനിൻ്റെ ഹെൽത്തിന്, നമ്മുടെ ബാക്ക് പെയിന് ഒക്കെ റിലീവ് തരുന്ന ഒരു യോഗ പോസാണ്. നമുക്ക് ഭയങ്കര റിലാക്സ് തരുന്നതും നമ്മുടെ ഷോൾഡറിനും നമ്മുടെ ആംസിനും നമ്മുടെ ഹിപ്പ് ഏരിയയ്ക്കും എല്ലാം നല്ല ബെനിഫിറ്റ് തരുന്ന ഒരു ആസനയാണ്. അപ്പോൾ ലാസ്റ്റാണ് ഞാനിത് മിക്കവാറും ചെയ്യാറുള്ളത്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് റിലാക്സ് നമുക്ക് ശവാസനിൽ കുറച്ച് നേരം കിടക്കാം. ഓക്കെ, ശവാസനിൽ കിടക്കുമ്പം വേറെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. രണ്ട് കൈയും രണ്ട് കാലും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ശരിക്കും ശവം പോലെ തന്നെ കിടക്കുക. ആ ഭൂമിയിലേക്ക് നമ്മുടെ വെയിറ്റ് ഒന്ന് ഫീൽ ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ശ്വാസത്തിലോട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ഫുള്ള് ബോഡി റിലാക്സ് ആകണം. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന യോഗിക് ബ്രീതിങ് ആണ്. പ്രാണായാമം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മളൊരു യോഗിക് ബ്രീതിങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ ഇതൊരു ബിഗ്നർ ലെവൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെച്ചസും യോഗാസനാസും കാണിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം ഫസ്റ്റ് ഞാൻ യോഗിക് ബ്രീതിങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ നെക്സ്റ്റ് പ്രാണായാംസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട യോഗിക് ബ്രീതിങ് വെച്ചാണ്. ഓക്കെ, ഇത് ധ്യാനമുദ്ര. അല്ലെ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം, എങ്ങനെ വേണേലും വെക്കാം കേട്ടോ. ഡീപ്പായിട്ട് ശ്വാസം എടുത്തു വിടുക, പതുക്കെ മെല്ലെ. നടു സ്ട്രെയിറ്റ് ആയിരിക്കണേ. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഹഞ്ച് ബാക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് അതിന്റെ ഗുണം കിട്ടില്ല. ആദ്യം നമ്മളുടെ ബ്രീതിങ് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മുടെ ചെസ്റ്റ് വികസിക്കുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ചെസ്റ്റ് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അത് ചെസ്റ്റിൽ നിന്നാണ് നമുക്ക് ശ്വാസം എടുത്തു വിടേണ്ടത്. ഓക്കെ, ഒരുപാട് നേരം ഹോൾഡ് ചെയ്യണ്ട. ശ്വാസം എടുത്തു കഴിയുമ്പം ഇപ്പൊ ഒരുപാട് നേരം ഹോൾഡ് ചെയ്യണ്ട. ജസ്റ്റ് ഒരു സെക്കൻഡ് പിടിച്ചു നിർത്തിയിട്ട് അപ്പൊ തന്നെ പതുക്കെ റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോൾ ബോഡി ഫുള്ള് റിലാക്സ് ആവുന്നത് തന്നെ ചിന്തിക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബെല്ലി വെച്ച് ശ്വാസം എടുക്കാം. നമ്മുടെ ചെസ്റ്റ് അധികം യൂസ് ചെയ്യില്ല. നമ്മുടെ ഇനി
നമ്മുടെ വയറ് വെച്ച് തന്നെയാണ് നമ്മൾ ശ്വാസം എടുത്ത് വിടേണ്ടത്. ഓക്കെ, അപ്പൊ അത് വയറിൽ വേണമെങ്കിൽ ഇങ്ങനെ കൈ വെച്ച് നമുക്ക് നമ്മുടെ ശ്വാസം ശ്രദ്ധിക്കാം. ഡീപ്പായിട്ട് ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ വയറിങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നതും മേളിലോട്ട് പൊങ്ങുന്നതും, അതേപോലെ ശ്വാസം വിടുമ്പോഴും കോൺട്രാക്ട് ചെയ്യുന്നതായിട്ട് താഴോട്ട് പോകുന്നതായിട്ടും നമ്മൾ ശ്രദ്ധിക്കാം. അപ്പൊ ഈ 2 തരത്തിലുള്ള ബ്രീതിങ് ഉണ്ടല്ലോ, അതിന് രണ്ടിനും 2 ഗുണങ്ങളാണ്. അപ്പൊ ഈ സെക്കൻഡ് ടൈപ്പ് ഓഫ് ബ്രീതിങ് ചെയ്യുമ്പോൾ നമ്മുടെ ബെല്ലി മാത്രം ശ്വാസം നിറയ്ക്കുക, നമ്മുടെ ചെസ്റ്റ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ചെസ്റ്റിലല്ലാതെ നമ്മൾ ബെല്ലി കൂടെയാണ് നമ്മുടെ ശ്വാസം എടുക്കുന്നത്. ഓക്കെ, റിലാക്സ്. ഞാൻ ഇപ്പൊ ചെയ്ത യോഗാസനാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഭയങ്കര സിമ്പിൾ ആണ്, ആർക്ക് വേണേലും ചെയ്യാൻ പറ്റും, ബിഗിനർ ഫ്രണ്ട്ലി ആണ്. അതേപോലെ തന്നെ ശരീരത്തിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സിവിയർ ബോഡി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഭയങ്കര നടുവേദന അല്ലെങ്കിൽ ഡിസ്ക് ഇഷ്യൂസ്, അങ്ങനത്തെ കുറെ സർവൈക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള സ്ട്രെച്ചിങ്സ് നോക്കിയും കണ്ടും ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യുക, അല്ലാതെ ചെയ്യാതിരിക്കുക. ലൈറ്റിംഗ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊരു ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ഈ ഒരു ടൈമിലാണ് പ്രോപ്പർ ലൈറ്റിംഗ് കിട്ടുക. അപ്പൊ രാവിലെ ഇപ്പൊ ഞാൻ അമ്പലത്തിൽ പോകാൻ റെഡി ആവാൻ പോവാണ്. അങ്ങനെ അപ്പൊ നമുക്ക് പിന്നെ കാണാം നെക്സ്റ്റ് വീഡിയോയില്. ഓക്കെ, ബൈ.